നമ്മളെ ഈ തെറ്റ് ചെയ്യാത്ത കുട്ടികളെ ശിക്ഷിക്കാൻ പാടുണ്ടോ? നോ. അവരെ കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനൊന്നും പാടില്ല. സ്റ്റുഡിയോയിൽ ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള കുട്ടികൾ വരുവേ. അപ്പോൾ പാരൻസ് നമ്മളോട് പറയും അവർക്ക് എത്ര എക്സ്ട്രാ കെയർ കൊടുക്കണം ആര്യാന്ന്. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. കാരണം പാരൻസിന് ആ പിള്ളേരോടുള്ള ഇഷ്ടമാണ് ആ കാണുന്നത്. അപ്പോൾ ഫിസിക്കൽ ഹെൽത്തിനെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടോ അത്ര തന്നെ ഇവരുടെ ഇമോഷണൽ ഹെൽത്തിനെയും നമ്മൾ കെയർ ചെയ്തിരിക്കണം. കാരണം പറഞ്ഞുതരാം. നമ്മൾ ചില കുട്ടികളോട് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ലിറ്ററലി പിള്ളേർ പറയും ഐ വോണ്ട് ടു ബി ഫെയർ എന്ന്. അതായത് എനിക്ക് വെളുക്കണം എന്ന് കേൾക്കുമ്പോൾ തീരെ സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, ഞാനിത് കുറേ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ ചെറുതിൽ എൻ്റെ ചേട്ടന്മാർ ഭയങ്കര വെളുത്തിട്ടായിരുന്നു. ഫാമിലി എല്ലാവരും എന്താ ആര്യം മാത്രം ഇങ്ങനെ കറുത്തിരിക്കണേന്നും പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് അന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അമ്മ എന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് തേപ്പിച്ച് ഇപ്പോൾ ഇന്ത്യ പാക്ക് ബോർഡർ പോലെയായി എൻ്റെ ഫേസിൽ ഓരോന്ന് തേച്ചിട്ട്. അപ്പോൾ ശരിക്കും എനിക്കിപ്പോൾ തോന്നി എനിക്കൊരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. നല്ല ഡാർക്കായിട്ടൊരു മോള്. ഈ ഡാർക്ക് കോംപ്ലക്ഷനിലുള്ള പിള്ളേരെ കാണാനൊരു പ്രത്യേക ഭംഗി, അവർക്കൊരു ഗ്ലോ ഉണ്ട്. ഓക്കെ, എനിക്കത് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചെറുതിൽ എനിക്കത് അറിയത്തുണ്ടായിരുന്നില്ല. ഈ സെയിം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടും ഇത് പറഞ്ഞു. നാട്ടിൽ പോകുമ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സ് അയ്യോ ഇത്ര കറുത്ത കുട്ടീനെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന്. ഹൗ ക്യാൻ യു ഡൂ ദാറ്റ്? ഒരു കുട്ടീനോട് ഒരിക്കലും പറയാൻ പാടാത്ത ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആസ് എ പാരൻറ്റ് മക്കളെ ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ ചൈൽഡ്. സൈലൻ്റായി നിൽക്കാൻ പാടേയില്ല. കാരണം ഇതുവരെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട് സെയിം വേ. ഇത് എത്ര പിള്ളേർക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് അറിയോ? സ്റ്റുഡിയോയിൽ വരുന്ന കുറേ കുട്ടികൾ മിററിൽ നോക്കി ചിരിക്കത്തേ ഇല്ല. മേക്കപ്പ് ഇടുമ്പോൾ ഒക്കെ ഇങ്ങനെ ഡള്ളായി നിൽക്കും. അപ്പോൾ നമുക്കിത് ചില പിള്ളേരെ കാണുമ്പോൾ മനസ്സിലാവേ. എന്നിട്ട് പാരൻസിനോട് ചോദിക്കുമ്പോൾ അവരും ഇത് സെയിം പറയും. ചിലപ്പോൾ അച്ഛനമ്മയും ഫെയർ ആയിട്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടാവും. പ്ലീസ് ഡോണ്ട് ഡൂ ദാറ്റ്. അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. ജനറേഷൻസ് ഒക്കെ മാറി. പണ്ട് ഓർക്കുന്നുണ്ടോ കേളി ഹെയറിന് എല്ലാവരും കളിയാക്കിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും കേൾസ് വേണം. ഓക്കെ, അതുപോലെ ഇങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഈവൻ ഡാർക്ക് ആയാലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ബീയിങ് ഫെയർ ഓർ ബീയിങ് ഡാർക്ക് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. രണ്ടിനും രണ്ടിൻ്റേതായൊരു ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് അവർക്ക് കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മൾ ഇതിങ്ങനെ പതുക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ ചൈൽഡ്. ഇനി ചിലരുണ്ടാവും ചിലപ്പോൾ വയസ്സിന് മൂത്തതായിരിക്കും, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ആദ്യം നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. കുഞ്ഞിനങ്ങനെ പറയല്ല, ചിലപ്പോൾ മോൾക്കോ മോനോ അത് വിഷമമുണ്ടാവുന്നു. ഓക്കെ, എന്നിട്ടും മനസ്സിലാക്കാണ്ട് കുഞ്ഞുങ്ങളെ പിന്നെയും പറയുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് അവർ നല്ല രീതിയിലല്ല അത് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞോളാം, ഇനി പിള്ളേർ എന്തെങ്കിലും പറഞ്ഞാൽ അടിച്ച് ഷേപ്പ് മാറ്റുന്നത് ശരിക്കും അതാ ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങൾ ശരിക്കും നല്ല ഹാപ്പി സന്തോഷിച്ച് ആർമാദിച്ച് ജീവിക്കാനുള്ളതാ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ സംഭവം. അതിങ്ങനെ ട്രോമാറ്റിക് ആക്കി മാറ്റരുത്. ഓക്കെ, എവ്രി ചൈൽഡ് ഡിസേർവ്സ് ടു ബി ഹാപ്പി.